ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മളിപ്പോൾ അൽബേനിയയിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അൽബേനിയ ട്രിപ്പ് നമ്മൾ ഏർലി മോർണിംഗ് 5:30 ആയപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എഡിൻബ്രയിൽ നിന്ന് മാഞ്ചസ്റ്റർ വരെ ട്രെയിനാണ് പോയത്. അവിടെ നിന്ന് പിന്നെ നമ്മൾ ഡയറക്റ്റ് അൽബേനിയക്ക് ഫ്ലൈറ്റിന് പോയി. ആക്ച്വലി നമുക്ക് നെക്സ്റ്റ് മന്ത് തൊട്ട് എഡിൻബ്രയിൽ നിന്ന് അൽബേനിയക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്. ഇപ്പം നമ്മളുള്ളത് മാഞ്ചസ്റ്റർ എയർപോർട്ടിലാണ്. അങ്ങനെ നമ്മുടെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. നമ്മൾ ടൂർ പാക്കേജ് ഒന്നും എടുത്തല്ല കേട്ടോ പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ പോവാം. ബേബി ഉള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം അവൻ്റെ കംഫർട്ട് അനുസരിച്ചാണ് നമ്മൾ ടൂറ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഫൈനലി നമ്മൾ അൽബേനിയയിൽ ലാൻഡ് ചെയ്തു. ഞങ്ങൾ ഇവിടെ നിന്ന് ഏർലി മോർണിംഗ് 5:30 ഇറങ്ങിയതായിരുന്നു വീട്ടിൽ നിന്ന്. നമ്മൾ അൽബേനിയയിൽ എത്തിയപ്പോൾ ഏറെക്കുറെ ടൈം 5:30 വൈകുന്നേരം 5:30 ആയി. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതിനു ശേഷം ഉടനെ തന്നെ നമ്മൾ പോയിട്ട് നമ്മൾ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്തു. അവിടെ ഫാമിലീസിനൊക്കെ പ്രയോറിറ്റി ഉണ്ടായിരുന്നേ. അതിനുശേഷം നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് അവിടെ നമ്മൾ സിം എടുക്കാൻ പോയി. വോഡഫോണിൻ്റെ സിമ്മാണ് നമ്മൾ എടുത്തത്. അവിടെ 1 വോഡഫോൺ അങ്ങനെ പല സിം നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ അൽബേനിയയിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി. നമ്മൾ നേരത്തെ കാറ് ബുക്ക് ചെയ്തായിരുന്നു. ഇപ്പോൾ കാറ് എടുക്കാൻ വേണ്ടി പോവുകയാണിപ്പോൾ. ഇവിടെ ആക്ച്വലി കാറുകൾക്ക് വേണ്ടി കുറേ ഷോപ്സ് ഉണ്ട്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തത് ഗോൾഡ് കാർ എന്ന് പറയുന്നിടത്തായിരുന്നു. നമുക്ക് പല പല സൈറ്റ്സ് അവൈലബിൾ ആണ് കാർ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. റെൻ്റേ കാർ നമ്മൾ ഓൺലൈനിലാണ് ബുക്ക് ചെയ്തത്. നമ്മൾ കാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാറിൽ എന്തെങ്കിലും സ്ക്രാച്ച് എന്തെങ്കിലും ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഫോട്ടോ എടുക്കണം. പിന്നെ എന്തോരം പെട്രോൾ നമുക്ക് അവർ അടിച്ചു തന്നിട്ടുണ്ടോ അത്രയും തന്നെ നമ്മൾ റിട്ടേൺ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ അടിച്ചു കൊടുക്കണം. നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് തിരാനയിലാണ്. തിരാനക്കുളം ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും തോന്നുന്നത് നമ്മൾ നോർത്ത് ഇന്ത്യയിലാണെന്നാണ്. ഒരു യൂറോപ്യൻ കൺട്രി നമുക്ക് തോന്നത്തേ ഇല്ല. ഭയങ്കര തിരക്കുമാണ്. പിന്നെ ട്രാഫിക്കിന്റെ റൂൾസ് ആരും ഫോളോ ചെയ്യുന്നുമില്ല. നമ്മൾ റൂമിൽ വന്ന് നമ്മളൊന്ന് സെറ്റിലായി. എന്നിട്ട് ഇപ്പം നമ്മൾ ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് രാത്രിയിൽ. ആക്ച്വലി ഇതിൽ കൂടെ നടന്നപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയോ, നമ്മൾ ശരിക്കും ഞാൻ ഡൽഹിയിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഡൽഹി മാതിരിയാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും. ഇതിൽ കൂടെ നടക്കുമ്പോഴാണ് ഭയങ്കര തിരക്കാണ്. റോഡിലൊക്കെ മൊത്തം വണ്ടികളൊക്കെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് വന്നേക്കാണ് കുറച്ച് വെള്ളവും സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. ഇതാട്ടോ അപ്പോൾ ഷോപ്പ്. ചേട്ടനാണെങ്കിൽ കത്ത് പോയേക്കും ഇപ്പം സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. ഞാനും അത്രിക്കുട്ട ഇവിടെ പുറത്തിരിക്കുക. അപ്പം നമുക്ക് അൽബേനിയയുടെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.